Hello all, welcome to our new video. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൈബർ അറ്റാക്സിനെ പറ്റി പഠിച്ചു അല്ലേ? സൈബർ അറ്റാക്സ് ഏതൊക്കെയാണ്? നമുക്ക് ജസ്റ്റ് ബ്രീഫ് അബൌട്ട് വാട്ട് ഇസ് സൈബർ അറ്റാക്ക്, എന്നിട്ട് സൈബർ അറ്റാക്സ് എന്തൊക്കെയാണെന്നും അതിൽ ഒരു ടോപ്പിക് ദാറ്റ് ഇസ് ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും നമ്മൾ പഠിച്ചു. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ആക്ച്വലി നമ്മൾ അടുത്ത രണ്ട് അറ്റാക്സിനെ പറ്റിയിട്ടായിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പം ആ അറ്റാക്സുകൾ എന്തൊക്കെയാണെന്നും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അഥവാ കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആക്ച്വലി സോ ബെറ്റർ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ പ്രീവിയസ് വീഡിയോ കാണുക. കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഫോക്കസ് ചെയ്യുന്നത്. സോ പ്ലീസ് ഡു വാച്ച് പ്രീവിയസ് വീഡിയോ ആൻഡ് ഈ ഒരു വീഡിയോയിലോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ വെൽക്കം ടു ദ നെക്സ്റ്റ് പാർട്ട്. അപ്പം നമ്മൾ അടുത്തത് രണ്ടാമതായിട്ട് പഠിക്കാൻ പോകുന്ന അറ്റാക്ക് എന്ന് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് ആണ്. എന്താണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക്? അപ്പം ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ള അറ്റാക്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബാക്കിയുള്ള അറ്റാക്സിനെ എന്ന് പറയുമ്പം നമ്മുടെ ഹാക്കേഴ്സ് ഡയറക്റ്റ്ലി കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് അവരുടെ പ്രോഗ്രാമിങ്സ് ഒക്കെ മാറ്റി അതിൽ പ്രശ്നങ്ങളൊക്കെ വരുത്തുന്നു, അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ദിസ് പെർട്ടിക്കുലർ അറ്റാക്ക് ഇസ് എ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് വൺ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സിൽ the attackers will manipulate the people. Attackers will manipulate the people into sharing the information that they want. Okay. അപ്പം അറ്റാക്കേഴ്സ് ഡയറക്റ്റ്ലി മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ആരെയാണ്? ആൾക്കാരെയാണ്. അവരെ മാനിപ്പുലേറ്റ് ചെയ്യും. അവരടുത്ത് ഡയറക്റ്റ്ലി പറയും. അവരടുത്ത് ഡയറക്റ്റ്ലി അവരെ കബളിപ്പിക്കും. ഓക്കെ, ഇന്നിങ്ങനെയൊക്കെ സംഭവിക്കുന്നു, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ ഷെയർ ചെയ്ത് തന്നാൽ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് തരാം എന്നുള്ള രീതിയിൽ ആൾക്കാരെ വഞ്ചിക്കുന്നു. നമ്മൾ ഒരുപാട് ന്യൂസസ് കേട്ടിട്ടുണ്ട് അല്ലേ? കുറേ പ്രായമായിട്ടുള്ളവരെയാണ് കൂടുതലും ഇത് നമുക്ക് കേട്ടിട്ടുള്ളത്. കാരണം ബാങ്കിൽ നിന്ന് ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നു, അല്ലെങ്കിൽ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളുടെ ബാങ്ക് കംപ്ലീറ്റ്ലി പ്രശ്നത്തിലായിരിക്കുകയാണ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് ന്യൂസിൽ അല്ലേ? അപ്പം that is actually what is called as social engineering attack. Okay, so here they manipulate the people into sharing the information that they shouldn't share. അല്ലെങ്കിൽ ഡൗൺലോഡിങ് ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനാവാം. ചിലർ പറയും ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടും, ചിലപ്പോൾ ഐഫോൺ കിട്ടും, അല്ലെങ്കിൽ ഇത്രയും രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കബളിപ്പിക്കാറുണ്ട്. അപ്പം ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യാ, the attackers can directly connect with your system അല്ലെങ്കിൽ your mobile phones. Okay, അപ്പം അല്ലെങ്കിൽ വിസിറ്റിംഗ് ദ വെബ്സൈറ്റ് ദേ ഷുഡൻ വിസിറ്റ്. ചില അറിഞ്ഞുകൂടാത്ത നമുക്ക് ഒരു പരിചയമില്ലാത്ത ലിങ്കുകൾ അയച്ചു തരും. അൺനോട്ടീസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത യൂസേഴ്സിൻ്റെ മെസ്സേജസ് വരും. അതിൽ നിന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പരിചയമില്ലാത്ത സൈറ്റിൽ ഒട്ടും എന്താ പറയുക സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു സൈറ്റിലോട്ട് നമ്മൾ കയറിയപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറ്റും? ഹാക്കിംഗ് സംഭവിക്കും. നമ്മൾ കംപ്ലീറ്റ്ലി അവരുടെ ആ ഒരു ഹാക്കിങ്ങിൻ്റെ ഒരു പ്രൈമറി വ്യക്തിമായിട്ട് മാറും. ഓക്കെ, സോ സെൻഡിങ് മണി ടു ദ ക്രിമിനൽസ് ഓർ മേക്കിംഗ് അതർ മിസ്റ്റേക്സ് ദാറ്റ് കംപ്രൈസസ് ഓഫ് പേഴ്സണൽ ഓർ ഓർഗനൈസേഷണൽ സെക്യൂരിറ്റി. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യത്തിനെയാണ് ആക്ച്വലി എന്ത് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ്ലി കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്ത് ഡേറ്റാസ് ഫെച്ച് ചെയ്യാതെ ആൾക്കാരെ ഡയറക്റ്റ്ലി വിക്ടിമുമായിട്ട് സംസാരിച്ച് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ഡേറ്റാസും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും എടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് ആസ് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സ്. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സ് എന്ന് പറയുന്നത്. സോ ഇൻ ദ ബിലോ പാരഗ്രാഫ് ഓൾസോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സോഷ്യൽ എഞ്ചിനീയേഴ്സ് യൂഷ്വലി കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ദെയർ വിക്ടിംസ്. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, സോ ദേ ഡയറക്ട്ലി കണക്ട് വിത്ത് ദെയർ വിക്ടിംസ് ടു മാനിപ്പുലേറ്റ് ദം ഇൻ ടു കോംപ്രമൈസിങ് ദെയർ സെക്യൂരിറ്റി. അവരുടെ സെക്യൂരിറ്റി അവരായിട്ട് തന്നെ ആ പേഴ്സൺ തന്നെ കളയുകയാണ്. ഓക്കെ, അല്ലാതെ ഹാക്കറായിട്ടൊന്നും ചെയ്യുന്നില്ല. ഹാക്കർ പറഞ്ഞ് പറ്റിക്കുന്നു, അത് ഈ വിക്ടിം ചെയ്തു കൊടുക്കുന്നു.
Okay, that is what is happening here. But they might also create a fake websites or pop-ups to convince large number of victims to hand over the money or the information that the hackers need. അപ്പം ഇതാണ് ഒരു ബേസിക് നോളജ് ഓഫ് വാട്ട് ഇസ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആൻഡ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ ഈ ഒരു സൈക്കിൾ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ സൈക്കിളിൻ്റെ കൂടെ നിങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാംസിന് എഴുതുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് പാർട്ട് ഓക്കെ അപ്പം അതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം സോ ഹൗ ദ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇസ് വർക്കിംഗ് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് ഈ ഒരു സൈബർ ക്രിമിനൽ എങ്ങനെയാണ് ഈ ഒരു ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇവർ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു സൈക്കിളിലൂടെ മനസ്സിലാക്കുന്നത് സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദേ ഗ്യാദർ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഒരു വിക്ടിം ആരാണോ അവർക്ക് ആരെയാണോ അറ്റാക്ക് ചെയ്യേണ്ടത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ ഈ ഹാക്കേഴ്സ് മേടിക്കും ലൈക്ക് അയാൾ ആരാണ് അയാൾ എന്ത് ചെയ്യുന്നു അയാൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ വർക്കിംഗ് ടൈം ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുന്നുണ്ടാവും ഓക്കെ സെക്കൻഡ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ മേ കോണ്ടാക്ട് ആൻഡ് ബ്ലൈൻഡ് ട്രസ്റ്റ് ആ ഒരു വ്യക്തിനെ ആ ഒരു വിക്ടിമിനെ കണക്ട് ചെയ്യും അതിനുശേഷം കണക്ട് ചെയ്തിട്ട് എന്താ പറയാ ഒരു വിശ്വസ്തത വരുത്തും ഈ സംസാരിക്കുന്ന ഹാക്കറുമായിട്ട് ഹാക്കറാണെന്ന് അയാൾക്ക് അറിയത്തില്ലല്ലോ പക്ഷെ ഒരു സൗഹൃദം ഉണ്ടാക്കുകയും അയാളിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുകയും ചെയ്യിക്കുന്നു ഓക്കെ അപ്പൊ എന്തും പറയാവുന്ന ഒരു രീതിയിലുള്ള ഒരു ട്രസ്റ്റ് അവര് ഫോം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക കാരണം അത് പറഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പറ്റിക്കാൻ പറ്റുള്ളൂ ഓക്കെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യെസ് ദേ ആർ ഇൻ ടു ദ ഫോം ഓഫ് എക്സ്പ്ലോയിറ്റിംഗ് പറഞ്ഞ് പറ്റിക്കുന്നു ദാറ്റ് ഈസ് ദ തേർഡ് പോയിന്റ് ആൻഡ് ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് യെസ് അവരെ അറ്റാക്ക് ചെയ്യുന്നു അവര് ഈ പറ്റിക്കപ്പെടുകയും വേണ്ടിയ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് ആ ഹാക്കറിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു ഹാക്കർ എന്ത് ചെയ്യുന്നു അവരുടെ ഇൻഫർമേഷൻ എടുത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യണം സോ ദിസ് ഈസ് ആക്ച്വലി ദ സൈക്കിൾ ദാറ്റ് ഹസ് ബീൻ റണ്ണിങ് ഫോർ ദ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ബേസിക് കോൺസെപ്റ്റ് ഓഫ് വാട്ട് ദ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് സൈക്കിൾ ഇസ് ഓക്കെ അപ്പം ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സോ നമ്മൾ ആദ്യം എന്താണ് ഫിഷിംഗ് എന്താണെന്ന് പഠിച്ചു അതിനുശേഷം നമ്മളിപ്പം സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് എന്തൊക്കെയാണെന്നും പഠിച്ചു ഓക്കെ ഇനി നമ്മൾ മൂന്നാമത് പഠിക്കാൻ പോകുന്ന അറ്റാക്കിനെ പറയുന്നതാണ് റാൻസം വെയർ വെരി ഫേമസ് ടൈപ്പ് ഓഫ് അറ്റാക്ക് നിങ്ങൾ മിക്കവരും കേട്ടിട്ടുണ്ടാവും റാൻസം വെയർ ഓക്കെ റാൻസം വെയർ അറ്റാക്ക് ആണ് നടന്നതെന്നൊക്കെ മിക്കവരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു കാര്യം ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫേമസ് വൺ ഓക്കെ അപ്പൊ നമ്മൾ റാൻസം വെയർ എന്താന്നുള്ളത് പഠിക്കാം ഓക്കെ സോ റാൻസം വെയർ എന്ന് പറയുന്നത് ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ് ഓക്കെ ആ ഒരു സോഫ്റ്റ്വെയർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദേ റെസ്ട്രിക്റ്റ് ദ ആക്സസ് ഓഫ് ദ കമ്പ്യൂട്ടർ ഒരു വിക്ടിമിന്റെ കമ്പ്യൂട്ടർ ആക്സസിനെ മൊത്തത്തിൽ ഒരു സമയത്ത് അങ്ങ് ഹോൾഡ് ചെയ്ത് കളയും ഓക്കെ എന്നിട്ട് അവരെന്ത് ചെയ്യും ആ സിസ്റ്റത്തിലുള്ള ഫയൽസ് എല്ലാം ഇവർ എൻക്രിപ്റ്റ് ചെയ്യും അവരുടേതായ ഒരു കോഡിലോട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞതിന് ശേഷം അവര് പൈസ ഡിമാൻഡ് ചെയ്യും ഓക്കെ അപ്പം ഈ വിക്ടിംസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായല്ലോ അവര് ആ ഒരു ആ ഒരു വിക്ടിമിന്റെ സിസ്റ്റത്തിനെ കംപ്ലീറ്റ്ലി ഇവർ ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ചെയ്തതിന് ശേഷം അവർ അതിൻ്റെ അകത്തുള്ള ഫയൽസ് എല്ലാം അവരുടേതായിട്ടുള്ള രീതിയിൽ തർജ്ജമ ചെയ്യും ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻക്രിപ്റ്റിംഗ് ഓക്കെ സോ അവർ എൻക്രിപ്റ്റ് ചെയ്തതിന് ശേഷം ദേ വിൽ ഡിമാൻഡ് ഫോർ മണി ഓക്കെ പേയ്മെന്റ് വേണമെന്ന് ഡിമാൻഡ് ചെയ്യും ഓക്കെ ആൻഡ് ഈ പൈസ തന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ആക്സസ് തിരിച്ചു തരുവുള്ളൂ എന്നുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് പ്രോസസ്സ് അവിടെ നടക്കും ഫൈൻ ആൻഡ് ഈ ഒരു അറ്റാക്കേഴ്സ് സാധാരണ പൈസ ആയിട്ടല്ല ചോദിക്കുന്നത് സോ ദേ ആർ ആക്ച്വലി ആസ്കിങ് ദം ഇൻ ദ ഫോം ഓഫ് ഡിജിറ്റൽ കറൻസീസ് ഓക്കെ ഡിജിറ്റൽ കറൻസീസ് ആയിട്ടായിരിക്കും മിക്കവാറും ഇവർ ചോദിക്കുക സച്ച് ആസ് ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പേയ്മെന്റ് വേസ് ആയിരിക്കും ആക്ച്വലി ഇവർ മെയിനായിട്ടും ചൂസ് ചെയ്യുക അതായത് പിന്നീട് ഒരു പ്രശ്നം വരരുത് ആർക്ക് ഹാക്കേഴ്സിന്
ഓക്കെ, ആ ഹാക്കേഴ്സ് ഇവരാണെന്ന് തിരിച്ചറിയാത്ത വിധം ഏതൊക്കെ രീതിയിൽ ഇവർക്ക് പൈസ എടുക്കാമോ ആ രീതിയിൽ ഇവര് നമ്മുടെ വിക്ടിംസിനെ പോയിട്ട് ട്രാക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ആസ് റാൻസം വെയർ അറ്റാക്ക്. ഓക്കെ, അപ്പോൾ റാൻസം വെയർ അറ്റാക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. റാൻസം വെയർ ഇസ് ആക്ച്വലി എ മലീഷ്യസ് സോഫ്റ്റ്വെയർ. അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ വിക്ടിമിന്റെ സിസ്റ്റത്തിനെ കംപ്ലീറ്റ്ലി ഹോൾഡ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും, ഹോൾഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഫയൽസിനെ എന്ത് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, ഹാക്കേഴ്സിന്റെ വഴിയിലോട്ട് എൻക്രിപ്റ്റ് ചെയ്യും. അതിനുശേഷം ഇവര് like they will be blackmailing the victims by saying that they need to give the money that the hackers has been asking, and then only എന്ത് സംഭവിക്കുന്നു, ആ ആക്സസ് റീസ്റ്റോർ ചെയ്ത് തരുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കും. ആൻഡ് the point is that ഈ പേയ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ത്രൂ കറൻസീസ്. ഓക്കെ, കറൻസി ബാങ്ക് വഴി ചെയ്യാനല്ല അവർ പറയുന്നത്, പക്ഷേ ഇൻ ദ ഫോം ഓഫ് ഡിജിറ്റൽ കറൻസി സച്ച് ആസ് ബിറ്റ് കോയിൻസ് ഓർ എനി അതർ ടൈപ്പ് ഓഫ് പേയ്മെന്റ് വിച്ച് വിൽ ഹെൽപ്പ് ദം that in a way that ആ ഒരു ഹാക്കറിന്റെ ബാങ്ക് അക്കൗണ്ട്സോ അല്ലെങ്കിൽ ഹാക്കറിന്റെ ഡീറ്റെയിൽസോ പുറത്താക്കാത്ത വിധം ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ they will be asking the money. Okay, so that is what is called as ransomware. സോ ബിസിനസ് ഇൻഡിവിജ്വൽസ് മിക്കവാറും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബിസിനസ് ആൾക്കാരായിരിക്കാം, ഇൻഡിവിജ്വൽസ് ആയിരിക്കാം, ഗവൺമെന്റ്സ് ആയിരിക്കാം, മിക്കവരും ഈ ഒരു ടൈപ്പ് ഓഫ് അറ്റാക്കിന്റെ വിക്ടിം ആയിട്ടുണ്ട്. ഓക്കെ, പലർക്കും ഇങ്ങനെ വന്നിട്ടുണ്ട്. കാരണം ഇതേപോലെ സൈബർ അറ്റാക്ക് ഉണ്ടായി, ഇത്രയും പൈസ കൊടുത്താലേ നമുക്ക് നിങ്ങളുടെ ഡേറ്റാസ് തിരിച്ചു തരുള്ളൂ എന്ന് പറയുന്ന പലതരം അറ്റാക്സുകൾ ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഫ്രം ലൈക്ക് 2000 മിഡ് ഒക്കെ ആവുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരുപാട് അറ്റാക്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ആൻഡ് ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു റാൻസം വെയർ അറ്റാക്ക് ഉണ്ടാകാൻ ചാൻസസ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇമെയിൽ ഫിഷിംഗ് ആണ്. ഇമെയിൽ ഫിഷിംഗ് നമ്മൾ എന്താണെന്ന് നേരത്തെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പം ഞാൻ അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അറിഞ്ഞുകൂടാത്തവർ ലൈക്ക് പ്ലീസ് ഡു വാച്ച് ദ പ്രീവിയസ് വീഡിയോ. ആൻഡ് വെബ്സൈറ്റ് പോപ്പപ്സ് എന്ന് പറയുമ്പം ചില അൺവാണ്ടഡ് ആയിട്ടുള്ള സൈറ്റ്സിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു അഡ്വർടൈസ്മെന്റും പോപ്പപ്സും ആയിട്ട് കുറേ മെസ്സേജസ് വരും. അതിലെങ്ങാനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോ രക്ഷ. ഉടനെ തന്നെ നിങ്ങളുടെ അത് ഒരു ഹാക്കർ തന്നിട്ടുള്ള പണിയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉടനെ തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൽ വൈറസ് കയറുകയും ചെയ്യും. ലൈക്ക് മലേഷ്യസ് ആക്ടിവിറ്റീസ് അവർ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റം കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് കളയും. വൈറസ് ആയിരിക്കില്ല, ഈ ഒരു റാൻസം വെയർ സോഫ്റ്റ്വെയർസ് അവർ ഡയറക്റ്റ്ലി തന്നെ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പോപ്പപ്സ് ആയിരിക്കും വരിക. ഓക്കെ, സോ ഈ വഴികളിലാണ് മെയിൻലി റാൻസം വെയർ അറ്റാക്സ് വരാൻ ചാൻസസ് ഉള്ളത്. ആൻഡ് നമുക്ക് എങ്ങനെ ഹൗ വി ക്യാൻ സ്റ്റോപ്പ് ദ റാൻസം വെയർ, ഇതാണ് അടുത്തൊരു ടോപ്പിക്. ലൈക്ക് നമുക്ക് എങ്ങനെയൊക്കെ ആക്ച്വലി ഈ റാൻസം വെയർ അറ്റാക്സിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. ഓക്കെ, ദാറ്റ് ഈസ് എ ഫോക്കസ് പോയിന്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് അപ്ഡേറ്റ് യുവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് സോഫ്റ്റ്വെയർ. നിങ്ങളുടെ സിസ്റ്റത്തിനകത്തുള്ള സോഫ്റ്റ്വെയർസും എല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. നമ്മളപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ആരാണോ വീക്ക് അവരെയാണ് നമുക്ക് കൂടുതലും എളുപ്പം അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പം വീക്കായിട്ടുള്ള ഒരു സിസ്റ്റം ആയിക്കോട്ടെ, ആൾക്കാരായിക്കോട്ടെ, അവരെ നമുക്ക് പെട്ടെന്ന് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സെയിം എന്തൊക്കെയാണ് സിസ്റ്റത്തിൻ്റെയും കറണ്ട് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ചിലപ്പം കുറേ സെക്യൂരിറ്റി മെഷേഴ്സ് ആയിരിക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൽ വരാൻ ചാൻസസ് ഉള്ളത്. സോ അത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോവുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കൊരു പരിചയമില്ലാത്ത ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യാൻ പോകരുത്. ഓക്കെ, നമുക്ക് ഒരു പരിചയമില്ലാത്ത ലിങ്ക്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പോപ്പപ്സോ അതിനെ പറ്റിയിട്ട് ഒന്നും നോക്കാനേ പോകരുത്. ബിക്കോസ് ദേ ക്യാൻ ബി ദ ഹാക്കേഴ്സ് വലയിട്ട് ഹാക്കേഴ്സ് ഇരിക്കാൻ ചാൻസ് ഉള്ളവ ആയിരിക്കാം. ഓക്കെ, ആൻഡ് തേർഡ് പോയിന്റ് ഇസ് ദാറ്റ് മേക്ക് എ സിസ്റ്റം ബാക്കപ്പ്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ബാക്കപ്പ് ക്ലൗഡിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റോറേജ് ഡിവൈസസിൽ ഒരു ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതായത് ഇപ്പോൾ ഹാക്കേഴ്സ് ഇപ്പം എല്ലാം എടുത്തുകൊണ്ട് പോയാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എമർജൻസിക്ക് എന്തെങ്കിലും ഒരു ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഫയൽസ് എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നാലാമത്തേതെന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ആക്സസ് ടു യുവർ ഡേറ്റ. ഒരു എല്ലാ ഒരു ഡേറ്റ നിങ്ങളിപ്പം ഒരു ഒരു PDF ഫയൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, അതിൻ്റെ അകത്ത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കിടക്കുന്നതാണ്. ഒരു 100 പേർക്ക് അത് അയക്കാതിരിക്കുക.
അധികം പേർക്ക് ആക്സസ് കൊടുക്കാതിരിക്കുക സിസ്റ്റത്തിന്റെ. ഓക്കെ, ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ് ഹിയർ. ഒരുപാട് പേർക്ക് സിസ്റ്റം കൊടുക്കാതെ നിങ്ങൾക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ ആണെങ്കിൽ ആ ഒരു ഫോൾഡറിനെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ സ്പേസിനെ അതിൻ്റെതായ ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുക. ഓക്കെ, ഒരുപാട് പേര് കയറുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, വെരി വെരി മെയിൻ പോയിന്റ്, ക്രിയേറ്റ് എ സ്ട്രോങ് പാസ്വേഡ്. നമ്മൾ മിക്ക ഇപ്പം പല സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ലോഗിൻ പേജസ് ക്രിയേറ്റ് ചെയ്യാനും അവരെപ്പോഴും പറയുന്നു ഒരു സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ? എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? കാരണം ഒരു ഹാക്കറിന് ഞാനൊരു ഒരു ഒരു പേജിൽ കണ്ടതാണ്. ഇപ്പം നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയുന്നത് 8 keywords വിച്ച് ഹാസ് ആൽഫബറ്റ്സ്, ന്യൂമറിക്കൽസ് ആൻഡ് സിമ്പിൾസ്, ഇതെല്ലാം മിക്സ് ചെയ്ത് ഇപ്പം ആൽഫബറ്റ്സ് തന്നെ ക്യാപ്സും നോൺ ക്യാപ്സും വരുന്ന രീതിയിലുള്ള ആൽഫബറ്റ്സും എല്ലാം കൂടെ മിക്സ് ആയി വരുന്ന ഒരു പാസ്വേഡ് ആണെങ്കിൽ ഹാക്കേഴ്സ് വിൽ ടേക്ക് വെരി ലോങ് ടൈം ടു ക്രാക്ക് ഇറ്റ്. ഓക്കെ, ഒരുപാട് കഷ്ടപ്പെടും ഹാക്കേഴ്സ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പം ഒരു 8 to 13 വരെ രീതിയിലുള്ള ഒരു ലെങ്ത്തിലെ പാസ്വേഡ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ഫോർ ദ ഹാക്കേഴ്സ്. ലൈക്ക് ഒരു വർഷം വരെ അവർ കഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട് അങ്ങനത്തെ പാസ്വേഡുകളൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു വർഷം വരെ ഹാക്കേഴ്സ് അത്രയും ബുദ്ധി മുട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവരെന്താ ചെയ്യുന്നത്, എളുപ്പമുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ ടപ്പടപ്പടവേ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, സാധനങ്ങളൊക്കെ എടുത്തു പോകാൻ വേണ്ടിയിട്ട് പോകും. അപ്പം ഒരു ഫ്രീക്വൻ്റ്ലി പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഒരു വർഷമാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ അടുത്ത പാസ്വേഡ് ക്രിയേറ്റ് ചെയ്താൽ അവിടെ പ്രോബ്ലം ഇസ് സോൾവ്ഡ് അല്ലേ? അപ്പം ഏറ്റവും വീക്ക് ആയിട്ടുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത സ്പോട്ടിന് ലൈക്ക് ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ 2 മണിക്കൂറും വേണ്ട, അതിനും കുറവിലൂടെ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഹാക്കേഴ്സിന് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, റാൻസം വെയർ എങ്ങനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ആൻഡ് ഇവിടെ പറഞ്ഞത് ഏതൊക്കെ രീതിയിൽ റാൻസം വെയർ വരാമെന്നും ആൻഡ് ദിസ് ഇസ് വാട്ട് ഇസ് റാൻസം വെയർ എന്നുള്ള ഒരു ബ്രീഫ് ഐഡിയ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് അബൌട്ട് വാട്ട് ഇസ് റാൻസം വെയർ ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് വാട്ട് ഇസ് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സ്. അപ്പം ഈ രണ്ട് അറ്റാക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആക്ച്വലി നന്നായിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു അറ്റാക്കിനെ പറ്റിയിട്ട് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കുറച്ച് നേരം എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഏരിയ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. ആൻഡ് ഐ തിങ്ക് ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. നിങ്ങൾക്കും നോട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ലൈക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടും കുറച്ച് this will be good, I think. So that's why I have like split it into many parts. So do watch the next video. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് മുന്നേ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു വാച്ച് that will be the first part. So again, thank you so much for watching, and അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടാക്സിനെ പറ്റിയിട്ട് സംസാരിക്കാം. So again, thank you so much for watching. Take care. Bye.